Good morning to all. Today we are entering into a new unit. We wanted to finish 2 more units, so we are entering the 4th unit of our text. It is a unit which is concerned with the films. The name of the unit is Films. Unit introduction. Film as a dream, film as a music. No art passes our conscience in the way film does and goes directly into our feelings, deep down the dark rooms of our souls. ഇഗ്മാർ ബെർഗ്മാൻ. ഇപ്പോൾ ഇഗ്മാർ ബെർഗ്മാൻ പറഞ്ഞ വാക്കുകളാണ് ഇവ. എന്ന് വെച്ചാൽ ഫിലിം എന്ന് വെച്ചാൽ ഒരു ഡ്രീമാണ്, ഒരു മ്യൂസിക്കാണ്. നോ ആർട്ട് പാസസ് ഓൺ കോൺഷ്യൻസ് ഇൻ ദ ഫേ ഫിലിം ഡസ്. എന്ന് വെച്ചാൽ വേറെ ഒരു കലയുടെ രൂപത്തിനും ഫിലിം ഒരു കാര്യം നമുക്ക് പറഞ്ഞു തരുന്ന പോലെ പറഞ്ഞു തരാൻ പറ്റത്തില്ല. ആൻഡ് ഗോസ് ഡയറക്ട്ലി ഇൻ ടു യുവർ ഫീലിങ്സ്. അപ്പോൾ ഒരു സിനിമ കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളിൽ നമ്മളെ ഉള്ളിൽ തട്ടിയാണ് സിനിമയിലൂടെ നമുക്ക് ഉണ്ടാകുന്നത്. ഡീപ്പ് ഡൗൺ ഇൻ ടു ദ ഡാർക്ക് റൂംസ് ഓഫ് അവർ സോൾസ്. അതുപോലെ തന്നെ ഒരു സിനിമ എന്ന് വെച്ചാൽ നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന രീതിയിൽ നമ്മുടെ ആത്മാവിനെ ടച്ച് ചെയ്യുന്ന രീതിക്കാണ് സിനിമ. അത് മറ്റൊരു ആർട്ടിൻ്റെ ഒരു കവിതയാണെങ്കിലും സ്റ്റോറി ആണെങ്കിലും അത്ര ഒന്നും നമ്മളെ ടച്ച് ചെയ്യത്തില്ല. ഒരു മനുഷ്യൻ്റെ ഫീലിങ്സ് ഇത്ര ഇതായിട്ട് ഇല്ല. അതാണ് ഇവിടെ പറയുന്നത്. യൂണിറ്റ് ഇൻട്രൊഡക്ഷൻ. ഫിലിംസ് ഓർ മൂവീസ് ആർ എ ടൈപ്പ് ഓഫ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ. വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ ഒരു ദൃശ്യ ആശയവിനിമയമാണ്. വിച്ച് യൂസസ് മൂവിങ് പിക്ചേഴ്സ് ആൻഡ് സൗണ്ട് ടു ടെൽ സ്റ്റോറീസ്. അപ്പോൾ കഥ പറയാനായിട്ട് എന്താ മൂവിങ് പിക്ചേഴ്സും അതുപോലെ തന്നെ സൗണ്ടും ഉപയോഗിച്ച് നമ്മളോട് കഥ പറയുന്ന തരത്തിലുള്ള ഒരു ആശയവിനിമയ തരത്തിലുള്ള ദൃശ്യാവിഷ്കാരമാണ് സിനിമ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ മീൻസ് ഓഫ് എൻ്റർടൈൻമെൻറ്റ് ആൻഡ് ഇൻഫർമേഷൻ. ഇത് ഒരേ സമയം തന്നെ ഇൻഫർമേഷൻ വിവരം തരുന്നു, അതുപോലെ തന്നെ വിനോദവും തരുന്നു. ഇത് എൻ്റർടൈൻമെൻറ്റുമാണ്, അതുപോലെ തന്നെ ഇൻഫർമേഷനും തരുന്നതാണ്. ഇത് തിൻ ലെയർ ഓഫ് ദ സെല്ലുലോയിഡ് ക്രിയേറ്റ്സ് സോ ഗ്രേറ്റ് ആൻഡ് ഇമ്പാക്ട് ഇൻ ദ മൈൻഡ്സ് ഓഫ് ദ വ്യൂവേഴ്സ്. അതുപോലെ തന്നെ ഈ സിനിമ എന്ന് വെച്ചാൽ എന്താ ആളുകൾ ആസ്വാദകരുടെ ഉള്ളിൽ ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതാണ്. ദാറ്റ് ദ ക്യാരിഡ് വേ ബൈ ഇറ്റ്സ് സൗണ്ട് ആൻഡ് ദ വിഷ്വൽ എഫക്ട്സ് ഓൺ ദ സ്ക്രീൻ. അപ്പോൾ ഇതിൻ്റെ സൗണ്ടും അതുപോലെ തന്നെ ഈ ദൃശ്യ ആവിഷ്കാരവും മൂലം ആളുകളുടെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ തരുന്നതാണ് സിനിമ. ദിസ് യൂണിറ്റ് കംപ്രൈസസ് എ പോയം വിച്ച് ഈസ് എ ടൈറ്റിൽ സോങ് ഓഫ് ദ ഫിലിം ടൈറ്റാനിക്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ആദ്യമായിട്ട് അപ്പോൾ ഈ നമ്മുടെ ഈ യൂണിറ്റിൻ്റെ പേര് ഫിലിംസ് എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഫിലിംസ് നമ്മൾ കാണുന്നത് ആദ്യമായിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്ന ഒരു പോയമാണ്. ആ പോയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം അറിയാവുന്നൊരു ഫേമസ് ആയിട്ടുള്ള സിനിമയാണ് ടൈറ്റാനിക്. നമുക്കെല്ലാം അറിയാം ടൈറ്റാനിക് ഷിപ്പ് തകർന്നു, അത് അങ്ങനെയുള്ള കേസുകളൊക്കെ നമുക്കറിയാം. അപ്പോൾ അത് മൂവി ആക്കിയിട്ടുണ്ട്. ഒരു ഹോളിവുഡ് മൂവി ആയിട്ടുള്ള ടൈറ്റാനിക് നിങ്ങൾക്കെല്ലാം അറിയാം. ഒരുപാട് നാളുകൾക്ക് മുമ്പ് തന്നെ ഇറങ്ങിയ ഒരു ഹോളിവുഡ് മൂവിയാണ് ടൈറ്റാനിക്. അത് യഥാർത്ഥത്തിൽ ടൈറ്റാനിക് ഷിപ്പിനുണ്ടായ അപകടത്തെ ബേസ് ചെയ്തിറക്കിയ മൂവിയാണ്. അപ്പോൾ അതിൻ്റെ അകത്തൊരു ടൈറ്റിൽ സോങ് അതിൻ്റെ അകത്തൊരു ടൈറ്റിൽ സോങ് ആയിട്ട് മൈ ഹാർട്ട് വിൽ ഗോ ഓൺ എന്ന് വെച്ചാൽ അതിൻ്റെ അകത്തെ നായികയായിട്ടുള്ള അതിൻ്റെ അകത്തെന്ന് വെച്ചാൽ റോസ് ജാക്കിൻ്റെ മരണശേഷം അദ്ദേഹത്തെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള ഒരു പാട്ടാണ്. എന്ന് വെച്ചാൽ ടൈറ്റാനിക് മൂവിയുടെ തീം മ്യൂസിക് തന്നെയാണിത്. മൈ ഹാർട്ട് വിൽ ഗോ ഓൺ. അതാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. വിൽ ജെന്നിങ്സ് എന്ന് പറയുന്ന ആൾ എഴുതിയ ലിറിക്സ് ആണത്. അതാണ് നമുക്ക് ആദ്യമേ പഠിക്കാനുള്ളത്. പിന്നെ രണ്ടാമതായിട്ട് അതുകൊണ്ടാണ് ഈ യൂണിറ്റിന് ഫിലിംസ് എന്ന് പറയുന്നത്. അത് ഫിലിമുമായിട്ട് ബേസ് ചെയ്താണ് ഈ യൂണിറ്റ് വന്നത്. രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റോറിയാണ്. ആ സ്റ്റോറി എന്ന് വെച്ചാൽ ക്യാമൽസ് വേഴ്സസ് ട്രെയിൻസ് എന്ന് വെച്ചാൽ ട്രെയിനുകൾക്കെതിരെ ഒട്ടകങ്ങൾ എന്ന് വെച്ചാൽ അവിടെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഫിലിമിൻ്റെ ചിത്രീകരണം എത്രത്തോളം ദുരിതമേറിയ പ്രോസസ്സാണ്. ടി വി നമ്മൾ 2-3 മണിക്കൂർ കാണുന്ന സിനിമ ചിത്രീകരിക്കാൻ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട്, ഓരോ ഷോട്ട് എടുക്കാൻ എന്തര പാടുണ്ട്, ഓരോ സമയം ഓരോ സീക്വൻസും എല്ലാം കറക്റ്റ് സെറ്റായില്ലെങ്കിൽ നടക്കുകയില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഗ്രേറ്റസ്റ്റ് ഇന്ത്യൻ ഫിലിം മേക്കറായിട്ടുള്ള സത്യജിത്ത് റേ, പദർ പാഞ്ചാലിയുടെയൊക്കെ ആളായിട്ടുള്ള സത്യജിത്ത് റേ, അദ്ദേഹം ഇങ്ങനെയുള്ള ഫിലിം മേക്കിംഗ് എക്സ്പീരിയൻസിനെ നരേറ്റ് ചെയ്തുകൊണ്ടിരുന്നൊരു സ്റ്റോറിയാണ് ക്യാമൽസ് വേഴ്സസ് ട്രെയിൻസ്. എന്ന് വെച്ചാൽ നമ്മുടെ രാജസ്ഥാൻ മരുഭൂമിയിലൊക്കെ വെച്ചുള്ള ചിത്രീകരണത്തെക്കുറിച്ചുള്ള ബുദ്ധിമുട്ടുകളാണ് അവിടെ കാണിക്കുന്നത്. പിന്നെ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടൂർ ഗോപാലകൃഷ്ണൻ പറയുന്ന ഫിലിം ഡയറക്ടർ, നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സംവിധായകനാണ് അടൂർ ഗോപാലകൃഷ്ണനായിട്ട് നടത്തുന്ന ഒരു ഇൻ്റർവ്യൂ ആണ് 3ാമത്തെ യൂണിറ്റ്. അതാണ് ഇത് ഫിലിമുകളുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഫിലിമുകളായിട്ട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ സിനിമ കാണുക എന്നുള്ളതല്ല ഇതിൻ്റെ ഉദ്ദേശിക്കുന്നത്. സിനിമ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എത്രത്തോളം ഒരു മനുഷ്യനെ സഹായിക്കുന്നു എന്ന് വെച്ചാൽ അവൻ്റെ ഇന്നർ ഫീലിങ്സിനെ തട്ടിയെടുക്കാനും അതുപോലെ തന്നെ അങ്ങനെ ജീവിതമായിട്ട് കമ്പയർ ചെയ്ത് കാര്യങ്ങളെ കാണാനും ഒക്കെ സിനിമ എങ്ങനെ സഹായിക്കുന്നു. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. സോ ലെറ്റ് us study our first chapter of this unit, that is Will Jennings' poem My Heart Will Go On, the theme music of Titanic. Let's get an idea about the poet Will Jennings, born on June 27, 1944 in Kilgore, Texas, US. ഇപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലെ
ടെക്സാസിലുള്ള കിൽഗോറിലാണ് ഇദ്ദേഹം ജനിച്ചത്. 1944 ജൂൺ 27 ഈസ് ആൻ അമേരിക്കൻ ലിറിസിസ്റ്റ്. അമേരിക്കൻ ലിറിസിസ്റ്റ് എന്ന് വെച്ചാൽ ഒരു അമേരിക്കൻ കവിതകൾ എഴുതുന്ന ഒരാളാണ്. അമേരിക്കയിൽ ഉള്ള ഒരു ലിറിസിസ്റ്റാണ്, ഒരു കവിയാണ് ഇദ്ദേഹം. ഹി ബിക്കെയിം പോപ്പുലർ ത്രൂ ഹിസ് ലിറിക്സ് മൈ ഹാർട്ട് വിൽ ഗോ ഓൺ. അദ്ദേഹം പ്രശസ്തനായെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഈ ലിറിക്സിലൂടെയാണ്, ഈ വരികളിലൂടെയാണ് അദ്ദേഹം പ്രശസ്തനായ. മൈ ഹാർട്ട് വിൽ ഗോ ഓൺ. മൈ ഹാർട്ട് വിൽ ഗോ ഓൺ എന്ന് വെച്ചാൽ എൻ്റെ ഹൃദയവും പോകും. മൈ ഹാർട്ട് വിൽ ഗോ ഓൺ വിച്ച് ഈസ് എ തീം സോങ് ഓഫ് ദ ഫിലിം ടൈറ്റാനിക്. ഇത് ടൈറ്റാനിക്കിലെ തീം സോങ് ആണ്. ഹി ഹാസ് റിട്ടൺ ലിറിക്സ് ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് എൻ ഓൾഡ് പേഴ്സൺ ലുക്കിംഗ് ബാക്ക് സോ മെനി ഇയേഴ്സ്. അപ്പം ഇദ്ദേഹം ഈ കവിത, ഈ പോയം, ഈ സോങ്, ഈ ഗീതം എഴുതിയിരിക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ, ഈ വരികൾ എഴുതിയിരിക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെയാണ്. അതായത് ഒരു പ്രായമായ വ്യക്തി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നതായിട്ട്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പഴയ കാല മെമ്മറീസ് തിരിഞ്ഞു നോക്കുന്നതായിട്ട്. ഹി ഹാസ് ബീൻ ഇൻഡക്റ്റഡ് ഇൻ ടു ദ സോങ് റൈറ്റേഴ്സ് ഹാൾ ഓഫ് ഫെയിം. ഹാൾ ഓഫ് ഫെയിം എന്ന് വെച്ചാൽ ത്രൂ ദി സോങ് എന്ന് വെച്ചാൽ ഹി ഹാസ് ബീൻ ഇൻഡക്റ്റഡ് ഇൻ ടു ദ സോങ് റൈറ്റേഴ്സ് ഹാൾ ഓഫ് ഫെയിം. അപ്പോൾ അദ്ദേഹത്തെ ഇങ്ങനെ അനുസ്മരിക്കപ്പെട്ടു. അപ്പം അദ്ദേഹത്തിൻ്റെ ഈ സോങ് മൂലം അദ്ദേഹത്തിന് പ്രശസ്തരായ കവികളുടെ ഇവിടെ അദ്ദേഹത്തിന് ഒരു സ്ഥാനം കിട്ടി, അദ്ദേഹത്തിൻ്റെ ഈ സോങ് മൂലം. ഹി ഹാസ് വൺ എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു കാര്യം പോലും അദ്ദേഹം നേടി. ഹി ഹാസ് വൺ സെവറൽ അവാർഡ്സ് ഇൻക്ലൂഡിങ് 3 ഗ്രാമി അവാർഡ്സ്. അദ്ദേഹത്തിന് 3 ഗ്രാമി അവാർഡ്സ് കിട്ടി. 2 ഗോൾഡൻ ഗ്ലോബ് അവാർഡുകൾ ആൻഡ് 2 അക്കാഡമി അവാർഡ്സ്. 2 അക്കാഡമി അവാർഡ്, 2 ഗോൾഡൻ ഗ്ലോബ് അവാർഡ്, അതുപോലെ തന്നെ അദ്ദേഹത്തിന് 3 ഗ്രാമി അവാർഡ്സ്. ഇത്രയൊക്കെ അദ്ദേഹത്തിന് കിട്ടി ഈ സോങ് മൂലം. അപ്പം നമുക്ക് ഇനി സോങ്ങിലേക്ക് കിടക്കാം. സോങ്ങിന് ഇൻട്രൊഡക്ഷൻ പാട്ടൊന്ന് ശ്രദ്ധിക്കുക. മോഡേൺ മെൻ ഹാവ് ബിക്കം മോർ മെറ്റീരിയലിസ്റ്റിക് എന്ന് വെച്ചാൽ എന്താ, ഇന്നത്തെ ആളുകൾ എങ്ങനെയെന്ന് വെച്ചാൽ കൂടുതൽ മെറ്റീരിയലിസ്റ്റിക് എന്ന് വെച്ചാൽ ഉപഭോഗ സംസ്കാരത്തിന് പുറകെ പോകുന്നത്, എന്ന് വെച്ചാൽ നഗരവൽക്കരിക്കപ്പെട്ട സംസ്കാരത്തിന് പുറകെ പോകുന്നത്. അതുപോലെ തന്നെ ഇപ്പം കുറേ ആളുകളെന്ന് വെച്ചാൽ എങ്ങനെയാണ്, ഒരു സെൽഫ് സെൻറ്റേർഡ് എന്ന് വെച്ചാൽ സെൽഫിഷ് നേച്ചറുള്ളവരാണ്. അപ്പം മോഡേൺ മെൻ ഹാവ് ബിക്കം മോർ മെറ്റീരിയലിസ്റ്റിക് ആൻഡ് സെൽഫ് സെൻറ്റേർഡ്. അപ്പോൾ ഇന്നത്തെ സമൂഹത്തിലെ ആളുകളെന്ന് വെച്ചാൽ എന്താ, അവർ ഞാനെന്നുള്ളൊരു ഭാവമുള്ളൂ, സെൽഫ് സെൻറ്റേർഡ് ആണ്. അതുപോലെ മെറ്റീരിയലിസ്റ്റിക്, എല്ലാ സുഖലോലുപതയും വേണം. പഴയ ആളുകളെക്കുറിച്ചോ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും ചിന്തിക്കാൻ നേരമില്ല. ലവ്, കെയർ ആൻഡ് കൺസിഡറേഷൻ അലോൺ ക്യാൻ എമാൻസിപ്പേറ്റ്. ലവ്, കെയർ ആൻഡ് കൺസിഡറേഷൻ. ലവ് എന്ന് വെച്ചാൽ സ്നേഹം, കെയർ എന്ന് വെച്ചാൽ എന്താ, ശ്രദ്ധ, അതുപോലെ തന്നെ കൺസിഡറേഷൻ, പരിഗണന. എലോൺ ക്യാൻ എമാൻസിപ്പേറ്റ് എന്ന് വെച്ചാൽ ലിബറേറ്റ് ചെയ്യുക, സ്വതന്ത്രമാക്കുക. എമാൻസിപ്പേറ്റ് അവർ ലൈഫ് ഫ്രം ദ ബോണ്ടേജസ് ഓഫ് സെക്ലൂഷൻ ആൻഡ് എലിനേഷൻ. അപ്പോൾ ഇങ്ങനെ ഒറ്റപ്പെടലിൻ്റെയും ഏകാന്തതയുടെയും, എലിനേഷൻ എന്ന് വെച്ചാൽ ഒരു ഏകാന്തമായിട്ട് ഇങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന അവസ്ഥ. അപ്പം നമ്മുടെ ഒറ്റപ്പെടലിൻ്റെയും ഏകാന്തതയുടെയൊക്കെ നമ്മളുടെ ഒരു ജീവിതത്തിൽ നിന്ന് നമുക്കൊരു മോചനം കിട്ടണമെങ്കിൽ നമ്മൾ എന്നാ ചെയ്യണം, നമുക്ക് സ്നേഹം ഉണ്ടാകണം, അതുപോലെ തന്നെ നമുക്ക് കെയർ ഉണ്ടാകണം, അതുപോലെ തന്നെ നമുക്ക് പരിഗണനയും കിട്ടണം. അപ്പോൾ ഇതിനൊക്കെ ഇത് നമ്മളെ മെറ്റീരിയലിസ്റ്റിക് വേൾഡിൽ നിന്ന്, സെൽഫ് സെൻറ്റേർഡ് ആറ്റിറ്റ്യൂഡിൽ നിന്നൊക്കെ നമ്മളെ പുറത്ത് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ എന്നാണ് കവി ഈ ലൈനുകളിലൂടെ നമ്മളോട് പറയുന്നത്. അതിന് ഉദാഹരണമാണ് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ ലവറായിട്ടുള്ള ജാക്ക് മരിച്ചെങ്കിലും റോസ് അദ്ദേഹത്തെ മരണശേഷവും ഒരുപാട് നാളിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് മരണശേഷവും ഇവന് വേണ്ടിയാണ് ജീവിക്കുന്നതെന്നാണ് ഈ വരികളിലൂടെ കവി നമ്മളെ കാണിക്കുന്നത്. അപ്പോൾ അവിടെ കാണിക്കുന്നത് വെച്ചാൽ അതൊരു ട്രൂ ലവ് അല്ല. ഇന്നത്തെ തലമുറയിലുള്ളൂടെ പുറമേ പറയുമ്പോൾ ആത്മാർത്ഥ സ്നേഹമാണെന്നൊക്കെ പറയും. പക്ഷേ അവനവൻ്റെ കാര്യം നോക്കി കഴിയുമ്പോൾ ചില സിറ്റുവേഷൻ ഇങ്ങനെ തേച്ചിട്ട് പോകുന്ന പരിപാടിയൊന്നും അല്ല കാണിക്കുന്നത് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം എന്ന് വെച്ചാൽ ഇതാണ്. സെൽഫ് സെൻറ്റേർഡ് ആയിട്ടുള്ളൊരു ഇതല്ല ആത്മാർത്ഥമായിട്ട് ലവ് എന്ന് വെച്ചാൽ മറ്റുള്ളവർക്കും പരിഗണന കൊടുക്കുന്നതൊക്കെയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ കാണിക്കുന്നത് ഈ ലൈനുകളിലൂടെ കവി. ഓക്കെ, എന്ന് വെച്ചാൽ മെറ്റീരിയലിസ്റ്റിക് ബോണ്ടേജസിൽ നിന്നും നമ്മളവിടെ ലിബറേറ്റ് ചെയ്യാനാണ് കവി ഇതിലൂടെ ആഹ്വാനം ചെയ്തത്. ഓക്കെ, മൈ ഹാർട്ട് വിൽ ഗോ ഓൺ. എവറി നൈറ്റ് ഇൻ മൈ ഡ്രീംസ് ഐ സീ യു, ഐ ഫീൽ യു, ദാറ്റ് ഈസ് ഹൗ ഐ നോ യു ഗോ ഓൺ. അപ്പം ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റാൻസ, ആദ്യത്തെ ആ ഒരു സ്റ്റാൻസ് ആയിട്ട് നോക്കി നമുക്ക് കാണാം. എവറി നൈറ്റ് ഇൻ മൈ ഡ്രീംസ് എന്ന് വെച്ചാൽ എന്താ, എൻ്റെ എല്ലാ രാത്രികളിലെയും സ്വപ്നങ്ങളിൽ ഐ സീ യു, ഐ ഫീൽ യു, ഞാൻ നിന്നെ കാണുന്നു, എനിക്ക് നിന്നെ ഫീൽ ചെയ്യാം. ദാറ്റ് ഈസ് ഹൗ ഐ നോ യു ഗോ ഓൺ. അപ്പോൾ ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ റോസ് ഇങ്ങനെ ചിന്തിക്കുകയാണ്. റോസിൻ്റെ ലവറായിട്ടുള്ള ജാക്ക് പോയി. അപ്പോൾ ജാക്കിനെ അവൾ എന്നും ഫീൽ ചെയ്യുന്നത് അല്ല, അവൻ എങ്ങനെ ഓർമ്മിക്കുന്നത്, എല്ലാ ദിവസവും രാത്രിയിലുള്ള അവളുടെ സ്വപ്നങ്ങളിലൂടെ ഇങ്ങനെ അവൻ്റെ മെമ്മറീസ് കടന്നു വരുന്നു, അവനെക്കുറിച്ച് ഓർക്കുന്നു. അപ്പോൾ അവനെക്കുറിച്ചുള്ള ഓർമ്മകൾ വരുമ്പോഴാണ് അവനിപ്പോൾ ഇല്ല, അവൻ പോയി എന്നൊരു തോന്നൽ ഉണ്ടാകുന്നത്. ഫോർ അക്രോസ് ദ ഡിസ്റ്റൻസ് ആൻഡ് സ്പേസസ് ബിറ്റ്വീൻ എസ്. ഇപ്പോൾ ഇവിടെ പറയുന്നത് വെച്ചാൽ എന്താ, ഒരാൾ മോർട്ടലും മറ്റാൾ ഇമോർട്ടലുമാണ്. മോർട്ടൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ജീവിച്ചിരിക്കുന്ന ആളാണ്, മരണമുള്ള ആളാണ്, മറ്റേ ആൾ ഇമോർട്ടലാണ്, മരണം സംഭവിച്ച ആളാണ്. അപ്പോൾ ഒരാൾ ഭൂമിയിലിരിക്കുന്നു, ഒരാൾ സ്വർഗ്ഗത്തിൽ ഇരിക്കുന്നു. ഫോർ അക്രോസ് ദ ഡിസ്റ്റൻസ് ആൻഡ് സ്പേസസ് ബിറ്റ്വീൻ എസ് എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ ഇടയിലുള്ള ഈ വലിയ ഈ ഹ്യൂജ് സ്പേസും അതുപോലെ തന്നെ ദൂരവും അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് യു ഹാവ് കം ടു ഷോ യു ഗോ ഓൺ.
ഇവള് പറയുവാണ് നീ എൻ്റെ സ്വപ്നങ്ങളിൽ എൻ്റെ മെമ്മറീസിൽ വരുന്നതുകൊണ്ട് കാണിക്കുന്നത് എന്താണ്, നീ ഇവിടെ നിന്ന് പോയി എന്നുള്ളതിനെയാണ് കാണിക്കുന്നത്. നിയർ ഫാർ എന്ന് വെച്ചാൽ എന്താ, നിയർ എന്ന് വെച്ചാൽ എന്താ അടുത്ത്, ഫാർ എന്ന് വെച്ചാൽ ദൂരെ. വേറെവർ യു ആർ, ഇവള് പറയുവാണ് നിയർ ഫാർ അടുത്താണെങ്കിലും അകലെയാണെങ്കിലും, വേറെവർ യു ആർ നീ എവിടെയാണെങ്കിലും, ഐ ബിലീവ് ദാറ്റ് ദ ഹാർട്ട് ഡസ് ഗോ ഓൺ. എന്ന് വെച്ചാൽ എന്താ, ഞാൻ വിശ്വസിക്കുന്നു, ദ ഹാർട്ട് ഡസ് ഗോ ഓൺ, ഹൃദയം പോയി എന്നുള്ള, ഹൃദയം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇവനിൽ നിന്ന് വേർപെട്ടു, ഇവനിപ്പോൾ ഇവിടെ ഇല്ല, ഭൂമിയിലില്ല എന്നുള്ളൊരു സത്യം മനസ്സിലാക്കുന്നു. വൺസ് മോർ യു ഓപ്പൺ ദ ഡോർ, അതായത് വൺസ് മോർ യു ഓപ്പൺ ദ ഡോർ എന്ന് വെച്ചാൽ എന്താ, ഒരിക്കൽ കൂടി നീ എനിക്ക് വേണ്ടി വാതിൽ തുറക്കുക. ആൻഡ് യു ആർ ഹിയർ ഇൻ മൈ ഹാർട്ട്, ഇപ്പോൾ പറയാണ് നീ ഇന്നും എൻ്റെ ഹൃദയത്തിലുണ്ട്, നീ ഭൂമിയിൽ നിന്ന് വേർപെട്ട് പോയെങ്കിലും യു ആർ ഇൻ മൈ ഹാർട്ട് ആൻഡ് മൈ ഹാർട്ട് വിൽ ഗോ ഓൺ ആൻഡ് ഗോ ഓൺ. നിനക്ക് വേണ്ടി എൻ്റെ ഹൃദയം ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും, അത് വീണ്ടും പോയിക്കൊണ്ടേയിരിക്കും. ഗോ ഓൺ ആൻഡ് ഓൺ, വീണ്ടും വീണ്ടും പോയിക്കൊണ്ടേ ഇരിക്കും. എന്ന് വെച്ചാൽ നീ ഇപ്പോൾ ഭൂമിയിലില്ല, റിയലായിട്ട് നീ ഇല്ലെങ്കിലും നിനക്ക് വേണ്ടി എൻ്റെ ഹൃദയം എപ്പോഴും തുടിച്ചുകൊണ്ടേയിരിക്കും. ലവ് ക്യാൻ ടച്ചസ് വൺ ടൈം ആൻഡ് ലാസ്റ്റ് ഫോർ എ ലൈഫ് ടൈം. അപ്പം ഇത് പറയുന്നത് എന്താ, ലവ് എന്ന് വെച്ചാൽ നമ്മളെ ഒരിക്കൽ സ്പർശിക്കുന്നു, പക്ഷേ ആ സ്പർശനം എന്ന് വെച്ചാൽ എന്താ, ലാസ്റ്റ് ഫോർ എ ലൈഫ് ടൈം, അത് എന്നേക്കുമായിട്ട് ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്നതാണ് ആ ഒരു ടച്ച്. ആൻഡ് നെവർ ലെറ്റ് ഗോ ടിൽ വി ആർ ഗോൺ. അപ്പം ആ ഒരു ലവിൻ്റെ ആ ഒരു ഫീൽ, ആ ടച്ച് എന്ന് പറയുന്നത് അതൊരിക്കലും തീരുകയില്ല. അത് തീരുന്നതെന്ന് വെച്ചാൽ നമ്മൾ തീരുന്നതോടുകൂടി മാത്രമേ അത് ഇല്ലാതാകത്തുള്ളൂ. ലവ് വാസ് വെൻ ഐ ലവ്ഡ് യു. ലവ് എപ്പോഴാണ് തുടങ്ങിയത്? ലവ് വാസ് വെൻ ഐ ലവ്ഡ് യു. ഞാൻ നിന്നെ സ്നേഹിച്ചപ്പോഴാണ് ലവ് തുടങ്ങിയത്. വൺ ട്രൂ ടൈം ഐ ഹോൾഡ് ടു എന്ന് വെച്ചാൽ ഞാൻ അതിനോട് സത്യസന്ധമായ രീതിയിൽ നിന്നെ ഹോൾഡ് ചെയ്ത് നിർത്തിയിരുന്ന സമയത്ത്, ഇൻ മൈ ലൈഫ് വി ഓൾവേസ് ഗോ ഓൺ. ഇപ്പം ഇൻ മൈ ലൈഫ് വി വിൽ ഓൾവേസ് ഗോ ഓൺ. അപ്പോൾ ഇവിടെ പറയാം, എൻ്റെ ജീവിതത്തിലൂടെ നമ്മളെന്നും പോയിക്കൊണ്ടേയിരിക്കും. ഇൻ മൈ ലൈഫ് വി വിൽ ഓൾവേസ് ഗോ ഓൺ, നമ്മൾ പോയിക്കൊണ്ടിരിക്കും. നിയർ ഫാർ അടുത്തും അകലെയുമായിട്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കും. വേറെവർ യു ആർ നീ എവിടെയാണെങ്കിലും, നിയർ ഫാർ വേറെവർ യു ആർ അടുത്താണെങ്കിലും അകലെയാണെങ്കിലും നീ എവിടെയാണെങ്കിലും, ഐ ബിലീവ് ദാറ്റ് ദ ഹാർട്ട് ഡസ് ഗോ ഓൺ എൻ്റെ ഹൃദയം എന്നും നിന്നെ അന്വേഷിച്ച് പോയിക്കൊണ്ടേ ഇരിക്കും. വൺസ് മോർ യു ഓപ്പൺ ദ ഡോർ ഒരിക്കൽ കൂടി നീ എനിക്ക് വേണ്ടി വാതിൽ തുറക്കുക. ആൻഡ് യു ആർ ഹിയർ ഇൻ മൈ ഹാർട്ട് നീ എൻ്റെ ഹൃദയത്തിലുണ്ട്. ആൻഡ് മൈ ഹാർട്ട് വിൽ ഗോ ഓൺ ആൻഡ് ഗോ ഓൺ എന്ന് വെച്ചാൽ നിന്നെ അന്വേഷിച്ച് എൻ്റെ ഹൃദയം ഇതും പോയിക്കൊണ്ടേ ഇരിക്കും, വീണ്ടും പോകും. യു ആർ ഹിയർ വീണ്ടും പറയാം, യു ആർ ഹിയർ ദർ ഇസ് നത്തിങ് ടു ഫിയർ. നീ എന്നിലുണ്ട്, നീ ഇവിടെയുണ്ട്, അതുകൊണ്ട് എനിക്കൊന്നിനെ ഭയമില്ല. എന്ന് വെച്ചാൽ എൻ്റെ മനസ്സിൽ നീ ഉണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ഐ നോ ദാറ്റ് മൈ ഹാർട്ട് വിൽ ഗോ ഓൺ. വി വിൽ സ്റ്റേ ഫോർ എവർ ദിസ് വേ. ഇപ്പം നമ്മൾ ഈ രീതിക്ക് എന്ന് സ്റ്റേ ചെയ്യുമെന്നാണ് പറയുന്നത്. ഈ വഴിക്ക് നമ്മളെന്ന് സ്റ്റേ ചെയ്യും. യു ആർ സേഫ് ഇൻ മൈ ഹാർട്ട് നീ എന്നും എൻ്റെ ഹൃദയത്തിൽ സുരക്ഷിതനായിരിക്കും. ആൻഡ് മൈ ഹാർട്ട് വിൽ ഗോ ഓൺ ആൻഡ് ഓൺ. എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഈ രീതിക്ക് എൻ്റെ ഉള്ളിൽ നിന്ന് പോകും. എന്ന് വെച്ചാൽ എൻ്റെ ഹൃദയത്തിൽ നീ എന്നും ജീവിക്കും. അങ്ങനെ നമ്മൾ ഒത്തൊരുമിച്ച് ജീവിതകാലം മുഴുവൻ പോകും. മൈ ഹാർട്ട് വിൽ ഗോ ഓൺ ആൻഡ് ഓൺ. വി വിൽ സ്റ്റേ ഫോർ എവർ ദിസ് വേ. നമ്മൾ എന്നേക്കുമായിട്ട് ഇങ്ങനെ തന്നെ നിന്ന് പോകും. ഫോർ എവർ എന്നേക്കുമായിട്ട് നിൽക്കും. എന്ന് വെച്ചാൽ എൻ്റെ ഹൃദയത്തിനുള്ളിൽ നീ എന്നും ഉണ്ടായിരിക്കും. യു ആർ സേഫ് ഇൻ മൈ ഹാർട്ട് ആൻഡ് മൈ ഹാർട്ട് വിൽ ഗോ ഓൺ ആൻഡ് ഓൺ. നിന്നെ എൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ട്, എൻ്റെ ഹൃദയത്തിനുള്ളിൽ നീ ജീവിച്ചുകൊണ്ട് എൻ്റെ ഹൃദയം എന്നും മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കും. എന്ന് വെച്ചാൽ നിൻ്റെ സ്മരണകളുമായിട്ട്. അപ്പോൾ ഇവിടെ കാണുന്നതെന്ന് വെച്ചാൽ സെൽഫ്ലെസ് ലവ് ആണ്. എന്ന് വെച്ചാൽ സെൽഫ് സെൻറ്റേഡ് ആയിട്ടുള്ള അതല്ല, മറ്റുള്ളവർക്ക് കൺസിഡറേഷൻ കൊടുത്തുകൊണ്ടുള്ള ഒരു ലവ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നമുക്കൊരിക്കലും ഏലിയനേഷൻ ഉണ്ടാകത്തില്ല. അപ്പോൾ മെറ്റീരിയലിസ്റ്റിക് വേൾഡിലോ അല്ലെങ്കിൽ സെൽഫ് സെൻറ്റേർനെസ്സിനോ പ്രാധാന്യം കൊടുക്കാത്ത രീതിക്കുള്ള ഒരു ട്രൂ ലവ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, താങ്ക് യു.